രാത്രി ഇപ്പൊ നമ്മൾ പൂരം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാനും അമ്മായിയൊക്കെ കൂടിയിട്ട് രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെറ്റുകളും വന്ന് അമ്പലപ്പറമ്പിൽ വന്ന് കയറി അങ്ങനെ കുറച്ചു നേരം ആടുട്ടാ. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ വഴി വെച്ച് നമ്മൾ ഒരാളെ യാദൃശികമായി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. കെനീഷ് ചേട്ടൻ എൻ്റെ കോളേജിലത്തെ സീനിയർ ചേട്ടനാണ് കേട്ടാ. വർത്താനം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയ ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അമ്പലത്തിൽ എത്തിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സലാവും ക്രിസ്റ്റിയും എല്ലാവരോടും വന്നിട്ടുണ്ട് കേട്ടാ. കുഞ്ഞനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ചേട്ടൻ എനിക്ക് കാലത്തൊന്നും മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവൻ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല കമ്മലിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കാണാൻ. പക്ഷെ എനിക്ക് ഇട്ട രസം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ ഉള്ളില്. പിന്നെ ചേട്ടനെ കൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇടിപ്പിച്ചിട്ടാ. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാനും അമ്മായിയും കൂടിയിട്ട് ഒന്ന് ചുറ്റി കാണാനൊക്കെ വേണ്ടി ഇറങ്ങി. അങ്ങനെ ജിമിക്കി കമ്മലിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു. ഇപ്രാവശ്യത്തെ പൂരത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കമ്മലിന്റെ കളക്ഷൻസ് ആട്ടോ. ഒക്കെ സൂപ്പർ സാധനങ്ങളായിരുന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ ഒരാളെ പ്രതീക്ഷിക്കാണ്ട് കണ്ടുട്ടാ. ഇതാ പിന്നെ ചേട്ടനാട്ടാ. പുള്ളിക്കാരൻ സൂപ്പറായിട്ട് പാട്ട് പാടും. ആളൊരു സെലിബ്രിറ്റി ആട്ടാ. അങ്ങനെ പിന്നെ ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കൂടി നിന്നിട്ട് പിന്നെ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടാ.